എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആഹാരം മൊത്തം നിങ്ങൾ കഴിക്കാറുണ്ടോ? ആഹാരം കഴിക്കുന്ന എപ്പിസോഡുകളാണ് ഏറ്റവും കൂടുതൽ. ദിവസം 3 സീനെങ്കിലും ആഹാരം കഴിക്കും. കേരളത്തിലെ ഒരുപാട് കലാകാരന്മാർ, സ്റ്റേജ് കലാകാരന്മാർ ഒരുപാട് പേര് നശിച്ച് നാറാണക്കല്ലെടുത്തു. ഞാൻ ഈ പൊതുവെ തടി ഉണ്ടായതുകൊണ്ട് എല്ലാ ചില സ്റ്റോറിയിലും എന്നെ പോലെ ഒരാൾ വേണമെന്നില്ല, എന്നാൽ എന്നെ പോലെ ആളെ ഡിമാൻഡ് ചെയ്യുന്ന ചില സ്റ്റോറികൾ വരാറുണ്ട്. നന്ദിക്ക് കുണ്ഠിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ഠിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അവസരം ചോദിക്കുന്നതിന് ഒരു നാണന്മാർ അവരെനിക്കൊരു ചെറിയ ചാൻസ് തന്നു അഭിനയിക്കാൻ. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്ത ചാൻസാണ്. ഞാൻ 50 കിലോ അരി അവിടെ പറക്കി. ഹായ്, ഹലോ, നമസ്കാരം. മൂവികളുടെ മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. നമ്മൾ അലിയൻസ് സീരിയൽ നമ്മളെപ്പോഴും കാണാറുണ്ട്, ചിരിക്കാറുണ്ട്. സിറ്റ്കോമാണ്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം ആ സീരിയലിനെ കുറിച്ച്. ആ സീരിയൽ കാണാൻ വേണ്ടി പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാര്യം തനതായ നാട്, അതുപോലെ തന്നെ പച്ചപ്പായിട്ടുള്ള മാവ്, പുല്ലുകൾ, പഴയ വീട്, അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കഥാപാത്രം, അത് ഞാൻ ആരാന്ന് പറയുന്നില്ല, കൊട്ടാരക്കരക്കാരനാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഇതിൽ കണ്ടതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ കഴിഞ്ഞത് സന്തോഷം. നമുക്ക് പരിചയപ്പെടാം. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്ന അഭിലാഷ് സുബ്രു എന്നാണ്, അങ്ങനെ തന്നെ വിളിക്കാം. അഭിലാഷ് അണ്ണാ നമസ്കാരം. ഞാൻ തന്നെ വിളിക്കാം, നമ്മുടെ നാട്ടിലെ സുബ്രു. അതെ അതെ അതെ, ആ കഥാപാത്രം അല്ലേ. ഇപ്പം പലരുടെയും ചോദ്യങ്ങൾ വരാം, ഈ കമൻസിൽ വരാം. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ കണ്ടിട്ട് നമുക്ക് എന്ത് നേടാനാന്ന്? ഒന്നും നേടണ്ട, നിങ്ങൾ കാണണേ കണ്ടാതില്ലേ? അല്ല, ഇപ്പൊ ഇന്റർവ്യൂസ് ആൾക്കാർ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡാണ്. ആരുടെ ഇന്റർവ്യൂ എന്ത് വായിന്ന് വീഴും നോക്കുന്നേ. അതെ അതെ, സത്യം പറഞ്ഞാൽ ഞാനും ആലോചിക്കാറുണ്ട്, നമ്മളൊന്നും ആർക്കും വേണ്ട ഇന്റർവ്യൂവിന് ഒരാൾ പോലും വന്നില്ലേ. അതിനാദ്യമേ തന്നെ നന്ദി പറയും. സ്വന്തം നാട്ടുകാരൻ തന്നെ വന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ചിലർ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കാറില്ല, അല്ലെ അവർ വന്ന് എടുത്തിട്ടു എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമായിട്ട് വരാം. ഞാനെന്ന് പറഞ്ഞൊരു കലാകാരൻ്റെ വഴികളിൽ എനിക്ക് കിട്ടുന്ന ചില ട്രോഫികളാണ് അതൊക്കെ. നിങ്ങളുടെ എത്രാമത്തെ ഇൻ്റർവ്യൂ? ഇതിപ്പം ഞാൻ കൂടി വന്ന ഒരു 5 വർഷത്തെ. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അത് എല്ലാം നമ്മളെ അറിയാവുന്ന നമ്മുടെ സുഹൃത്ത് ഫലങ്ങളിൽ തന്നെ ഉള്ളവരായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം വന്നത് ഏതോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്ന് പറയുന്നത് മൂവി വേൾഡ് മിനി സ്ക്രീൻ എന്ന് പറഞ്ഞത് ഞാൻ കാണാറ് വേൾഡ് വൈഡ് ആണ് ചാനൽ. ഇതിനകത്ത് നമുക്ക് മിനി സ്ക്രീനിന് വേണ്ടി മാത്രം ഒരു ചാനലാണിത്. നമ്മുടെ സീരിയലിലെ താരങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഓടിയെത്തി എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. അഭിലാഷണ പറയും, വിശേഷങ്ങൾ പറയാം. കാരണം കുറേ വർഷങ്ങളായി കണ്ടിട്ട്. ശരിക്കും അനീഷ്, ഞങ്ങൾ പഠനകാലം മുതലേ, ഡിഗ്രി പഠിക്കുന്ന സമയം മുതലേ ഞാനും അനീഷ് സുഹൃത്തുക്കളാണ്. പിന്നീട് ഞാനും എക്സിക്യൂട്ടീവ് മേഖലയിൽ പോയി, അനീഷ് വണ്ടികളുടെ എക്സിക്യൂട്ടീവ് മേഖലയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാമുകളിലേക്കും റിയാലിറ്റി ഷോകളിലേക്കും വന്നു. പിന്നീട് പ്രതി അനീഷ് വീണ്ടും അതിലേക്ക് വന്നു. പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് അനീഷ് ഒരു വല്ലാത്തൊരു യാത്ര ചെയ്തു. അത് തീർച്ചയായിട്ടും അനീഷിൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ്. അനീഷിൻ്റെ തുടക്കത്തിലും ഞാനുണ്ടായിരുന്നു. അനീഷിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഫർണിച്ചർ മാർട്ടിൻ്റെ ഉദ്ഘാടനത്തിന് ഒത്തിരി വർഷം. പക്ഷേ അവിടുന്ന് പിന്നീട് വലിയ വലിയ മലയാള സിനിമയിലെ ഇപ്പോഴത്തെ എക്കാല സൂപ്പർ താരങ്ങൾക്കൊപ്പം അനീഷ് വേദി പങ്കിടുന്നു എന്നുള്ള കാഴ്ച എനിക്ക് ഒരുപാട് സന്തോഷം. സുഹൃത്ത് എന്ന നിലയിൽ, നാട്ടുകാരൻ എന്ന നിലയിൽ. രണ്ട് വിശേഷങ്ങൾ ഇവർക്ക് തീർച്ചയായിട്ടും വിശേഷങ്ങൾ അലിയൻസിൽ ഗംഭീരമായിട്ട് നിങ്ങൾ വണ്ണം വീണ്ടും കൂടി. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആഹാരം മൊത്തം നിങ്ങൾ കഴിക്കാറുണ്ടോ? ആഹാരം കഴിക്കുന്ന എപ്പിസോഡുകളാണ് ഏറ്റവും കൂടുതൽ. ദിവസം 3 സീനെങ്കിലും ആഹാരം കഴിക്കുന്നത്. അതെ അതെ അതെ. അത് ശരിക്കും പറഞ്ഞാൽ അതിപ്പം ആദ്യമൊക്കെ എൻജോയ് ചെയ്തു വന്നു. പിന്നെ ഒരു ദൈവം എനിക്ക് ഇതേ ഉള്ളൂ. പക്ഷെ പിന്നീട് മനസ്സിലായി ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്യുന്നതാണ് അലിയൻസിന്റെ എക്കാലത്തെയും പ്രേക്ഷകർ. ഒരു കാര്യം പറയട്ടെ, നിങ്ങളിങ്ങനെ ബമ്പിളായിട്ടിരിക്കുന്നത് നല്ലത്. ശരിയാണ്. ആ ക്യാരക്ടർ പറ്റിയ എന്ന് വെച്ചാൽ ഒരു ബോഡി അപ്പിയറൻസ് ആണത്. ചിലരൊക്കെ ചില ബോഡി ഷേമിങ് പറയാതിരിക്കും. അല്ല, ഞാൻ ശരിക്കും എൻ്റെ തടിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ചില സമയത്ത് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ നിർബന്ധപ്രകാരം തടി കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹം പറയും. പക്ഷേ ഞങ്ങളുടെ ഡയറക്ടർ രാജേഷ് തലച്ചിട്ട് പറഞ്ഞേക്കുന്നത് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞു വിട്ടൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പരാതിക്കണ്ട. അപ്പോൾ മനസ്സിലായി, തടിയില്ലെങ്കിൽ എന്നെ വേണ്ട. പറയുന്ന ആർക്കും തടിയുണ്ട്. അപ്പം രാജേട്ടൻ്റെ വർഷങ്ങളോളമുള്ള ജേണിയാണ് ഈ അലയൻസ്. മറ്റൊരു ചാനലായിരുന്നു, അമൃതയിലായിരുന്നു. ഇപ്പോൾ വീണ്ടും കൗമുദി ചാനലിലേക്ക് വന്നു. അദ്ദേഹം തന്നെ ഇപ്പോൾ 2 സീരിയൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടുകാരനാണ്. സാധാരണ നാട്ടുകാർക്ക് പണി കൊടുക്കാറില്ല, ജോലി കൊടുക്കാറില്ല. തീർച്ചയായിട്ടും ഈ ഒരുപാട് ഇപ്പം ശരിക്കും ഞങ്ങൾ അയൽവാസികൾ കൂടിയാണ്. ഞാനിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ വർഷങ്ങളായില്ലേ എന്റെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ താമസിക്കുന്നത് തലച്ചിറ തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 400 മീറ്റർ ദൂരത്തിൽ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാർക്ക് പണി കൊടുക്കാറില്ല. പക്ഷേ ഒരുപക്ഷെ ഞാൻ ഈ ഫീൽഡ് വിട്ട് പോകാൻ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം എനിക്ക് ഇതിലേക്ക് വിളിച്ച് പണിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു സന്തോഷം, നന്ദിയും എന്നുമുണ്ട്. അഭിലാഷണ്ണ, നിങ്ങളുടെ ഒരു പുതുജന്മമാണിത് അല്ലേ? അതായത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിന് തിരിച്ചു വന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും അവിടെ വെച്ചിട്ട് നിങ്ങളൊക്കെ തള്ളിക്കൊണ്ടിരുന്ന സമയത്ത്
ബാക്കി ഞാൻ പറയുന്നില്ല. ആക്സിഡന്റ് പറ്റിയ സമയത്ത് ബാക്കി നിങ്ങൾ തന്നെ പറയാം. ആക്സിഡന്റ് പറ്റി ഞാൻ സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പോൾ ഓടിക്കാൻ നൈറ്റ് ഒരുപാട് ലോങ് യാത്രകൾക്ക് എൻ്റെ ഒരു അനിയൻ സുഹൃത്തിനെ കൂടെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ വെളുപ്പിന് ഞാൻ നല്ല ഉറക്കം, എൻ്റെ കൂടെ വേറൊരു ആർട്ടിസ്റ്റ് കൂടിയുണ്ട്. അങ്ങനെ കുളക്കടയിൽ വെച്ചിട്ട് വണ്ടി എതിരെ വന്ന ബസ്സിന് സൈഡ് കൊടുത്തപ്പോൾ പോസ്റ്റിൽ ഇടിച്ചിട്ട് എൻ്റെ തലയൊക്കെ പൊട്ടി. അങ്ങനെ എന്നെ ഡ്രൈവർക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് പുറമ്പ് ചാന്ന് കിടന്നിട്ട് നേരെ പോയി ഗ്ലാസ്സിലിടിച്ചിട്ട് തലയൊക്കെ പൊട്ടി. എന്നെയും സുഹൃത്തിനെയും കൂടെ ഒരു പിക്കപ്പിനകത്ത് കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ ചെന്ന് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അറിയുന്നു റോഡിൽ കിടന്ന വണ്ടി ഹൈവേ പോലീസുകാർ നീക്കം ചെയ്തപ്പോൾ പാണ്ടിലൂർ ഇടിച്ച് ഹൈവേ പോലീസിലൊരു ഉദ്യോഗസ്ഥൻ മരിച്ചത്. വേറെ ഉദ്യോഗസ്ഥൻ്റെ കാലേക്കടെ വണ്ടി കയറി ഇറങ്ങി. തീർച്ചയായിട്ടും എന്നെയോ ആരെയോ ഒരാൾ കാലൻ അവിടെ കാത്തിരുന്നതാണ്. അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളവിടെ എത്തി. അപ്പം നല്ല ആൾ, ഞാനും പ്രോഗ്രാം കഴിഞ്ഞ് വരുമായിരുന്നു ആ സമയത്ത്. അത് കേട്ടപ്പോൾ നിങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ വന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു. അവിടുന്ന് വിജയാസി കൊണ്ടുവന്നു. പക്ഷെ അവിടെ നിന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ പ്രേയേഴ്സ് ഉണ്ട്, ഇടയ്ക്ക് ഞാൻ വിളിക്കുകയും ചെയ്തു. അത് വലിയൊരു സങ്കടം തന്നെയാണ്. ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ട്, ഞാൻ കലാഫീൽഡിൽ വന്നിട്ട് നമുക്കൊരു വരുമാനമൊക്കെ ഉണ്ടായി ആഗ്രഹിച്ചിട്ട് എടുത്തൊരു വാഹനമാണ്. എടുത്തതിൻ്റെ 2ാം മാസം ടോട്ടൽ ലോസ് ആണോ അത്? അല്ല, അത് പിന്നെ ഇൻഷുറൻസിൽ പടിഞ്ഞിറങ്ങി. പക്ഷെ എടുത്ത പുതിയ വണ്ടി തന്നെ ഇടിക്കാന്ന് പറയുന്നത്. പിന്നെ ഒരു ഇതുണ്ട് വണ്ടിയുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വണ്ടി എൻ്റെ വണ്ടിയുടെ ആക്സിഡന്റ് കണ്ടാൽ എനിക്കിതല്ല പക്ഷെ എനിക്ക് ആകെ ഇവിടെ ഒരു 6 സ്റ്റിച്ച് മാത്രമേ വന്നുള്ളൂ. ആ വണ്ടി തന്നെ ശരിക്കും പറഞ്ഞാൽ കെയർ ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2ാം ജന്മം. പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ 2ാം ജന്മമാണ്. ഞാൻ കൊറോണ കഴിഞ്ഞിട്ട് ഞാനെന്നല്ല, കേരളത്തിലെ ഒരുപാട് കലാകാരന്മാർ, സ്റ്റേജ് കലാകാരന്മാർ ഒരുപാട് പേര് നശിച്ച് നാറാണക്കല്ലെടുത്ത് ഞാനങ്ങനെ ഫീൽഡ് വിട്ട് വീണ്ടും എൻ്റെ മാർക്കറ്റിംഗ്, ഞാൻ FMCGയിലാണ്. മാർക്കറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ അന്ന് ഗൂഗിൾ, ഈ കൊറോണ സമയമായതുകൊണ്ട് ഗൂഗിൾ മീറ്റ് വഴി ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൽ എക്സിക്യൂട്ടീവായിട്ട് പത്തനംതിട്ട ജില്ല എക്സിക്യൂട്ടീവായിട്ട് കയറാനിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നത്. ഏഷ്യാനെറ്റ് സീസൺ 3ൽ ജോയിൻ ചെയ്തു. അവിടെ നേരെ ഇതിലേക്ക് വിൻ ചെയ്തു. ഏഷ്യാനെറ്റ് 2 റിയാലിറ്റി ഷോയിലും വിൻ ചെയ്തിട്ടുണ്ട്. ആ ടീം ഞാൻ, ശർമ്മ കൊല്ലം, മനു കുമ്പാരി, ദീപു നാവായിക്ക്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദീപു സിനിമയിലേക്ക് വന്നത്. ദീപു ഓൾറെഡി അപ്പോഴത്തെ തന്നെ സിനിമകളിലായി. മലയങ്കുഞ്ഞൊക്കെ ഞങ്ങൾ ഫിനാലെ സമയത്താണ് മലയങ്കുഞ്ഞിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് റിലീസായി ഉണ്ടായി. അങ്ങനെ പിന്നെ ഇതിലേക്ക് വന്നു. ചക്കപ്പുഴത്തിൽ പോയി. ചക്കപ്പുഴത്തിൽ നേരെ സൂസൂലിനാണ് രാജേഷ് ഭായി എന്നെ ഇതിലേക്ക് വിളിക്കും. ഇയാളിങ്ങനെ അഡ്വൈറ്റ് ഇട്ട് സംസാരിക്കും. ഇയാൾ ഇച്ചിരി നമ്മുടെ ഇടയിലേക്ക് വാ, കൊട്ടാരക്കാരിലേക്ക് വാ. അങ്ങനെ ഇവിടെ വന്ന് ഇപ്പൊ നിന്റെ ഒപ്പം ഈ മാവനെ ഈ നമ്മള് കൊട്ടാരക്കരക്കാരെന്ന് പറയുമ്പോഴേ നമുക്ക് കുറെ അഭിമാനങ്ങളുള്ള നാടാണ്. നമ്മുടെ ഫാൻസ് ഗ്രൂപ്പിൽ തന്നെ കുറെ അലിയൻസ് ഫാൻസ് ഗ്രൂപ്പിൽ കൊട്ടാരക്കരക്കാർ കുറെ പേരുണ്ട്. അപ്പോൾ അവർ എപ്പിസോഡിൽ അലിയൻസ് ഫാൻസ് ഗ്രൂപ്പ് സൂസുവിന്റെ ഭയങ്കര വൈറലാണ്. അവർ ഭയങ്കര സപ്പോർട്ടാണ് അവർ. അപ്പം അവർ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും, അത് അവർ അലിയൻസ് എന്ന് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഏത് പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ട്. ലിങ്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ കൊട്ടാരക്കരക്കാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ പറയും കൊട്ടാരക്കരക്കാരൻ ഗണപതിയുടെ നാട്ടുകാരനൊക്കെ പറയും. നല്ല സപ്പോർട്ട്. കഥകളിയുടെ നാട്. അതെ, കഥകളിയുടെ നാട്, ഗണപതിയുടെ നാട്. എങ്ങനെ ഇതിനകത്ത് എന്ത് കഥാപാത്രം ഇപ്പോൾ ചെയ്യുന്നത്? ഇതില് വലിഞ്ഞു കയറി വന്നൊരു കഥാപാത്രമാണ്. റൊണാൾഡോ അഭിനയിക്കുന്നില്ല, വലിഞ്ഞു കയറി വന്ന ഒരാളാണ്. അങ്ങനെ പിന്നെ വന്ന് ഇവരുടെ ഒരാളെ വലിഞ്ഞു കയറിയില്ല നമ്മള് ചെല്ലാറുള്ള കല്യാണത്തിന് വിളിക്കുന്ന തയ്യാറെടുപ്പൊന്നുമില്ല, ചെന്ന് കയറി കൊടുത്ത്. ഇതില് നായകനായ ക്ലീറ്റസ് മത്തായിയുടെ കുഞ്ഞമ്മച്ചിയുടെ മോനാണ് റൊണാൾഡോ എന്ന് പറയുന്ന കൊടങ്ങാവുള്ള നെയ്യാറ്റിങ്കര സ്വദേശിയാണ്. സ്വദേശിയാണ് കൊടങ്ങാവുള്ള. കുഞ്ഞമ്മച്ചിയുടെ നാട് അവിടെയാണ്. അവിടുന്ന് ഇവിടെ വന്നേ. അവിടെ ഉടായ്പും അടിയും ബഹളും പോക്കറ്റടിയും കള്ളുകൂടിയായിട്ട് നടന്നപ്പോൾ നല്ലവനാവാൻ വേണ്ടിയിട്ട് തൊഴിലെന്ന് പറയുന്നത് ബൈക്ക് മെക്കാനിക്കാണ്. സകല പണിക്കും പോകും. അപ്പോൾ അതുകൂടാതെ ക്ലീറ്റസ് മത്തായിയുടെ DDT പാർട്ടിയിൽ ഒരു സജീവ പ്രവർത്തനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഉടായ്പിനും കൂടെയുണ്ട്. DDTയുടെ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ഓഫ് ട്രാവൻകൂർ. അങ്ങനെയാണ് ഒരിക്കലും DDT എന്ന് പറഞ്ഞാൽ ഉറുമ്പ് പൊടി. അതറിയാം, അല്ല ഞാൻ ചോദിച്ചതാ, നിങ്ങൾ അങ്ങനെ പറയാന്നാ വിചാരിച്ചത്. അപ്പം അതിലെ സജീവ പ്രവർത്തനമാണ്. പിന്നെ ഞാൻ ഇരിക്കുന്ന സ്പോട്ട് എൻ്റെ വർക്ക്ഷോപ്പാണ്. ഇപ്പോൾ ഞാൻ കാര്യം ഇരിക്കുന്നത് ഈ മാവിൻ്റെ വീട്ടിലാണ് എൻ്റെ 2 വീലറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത്. വർക്ക്ഷോപ്പിൽ പണി വർക്ക്ഷോപ്പ് വണ്ടിയൊന്നും കാണുന്നില്ല, വണ്ടിയൊന്നുമില്ല. വല്ലപ്പോഴും ആണ്ടിന് ഞങ്ങനെന്തൊക്കെ വണ്ടി വരും. ആ വണ്ടി വന്ന് പിന്നെ ആ പൈസ തീരുന്നതിന് വരെ അടുത്ത വണ്ടി പണിയാണ്. അല്ല, ഈ വണ്ടി പണിയാൻ വരുന്നവർക്ക് വേറെ വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ച് പണിച്ചു കൊടുക്കും? ഇല്ല, വണ്ടി പണിക്കകത്ത് പക്കയാണ്. പക്ഷെ ഇതാണ് ഉടായിപ്പാണ്. ചിന്താഗതികളും പോകുന്ന വഴികളും എല്ലാം. പിന്നെ ആഹാരപ്രിയനാണ്.
പിന്നെ എന്തൊക്കെ ചെയ്യാമോ ഈ വീട്ടിൽ നിന്ന് കാണിച്ചു കൂട്ടാൻ തോന്നിയാസങ്ങളൊന്നുമില്ല. അവരെന്നെ കൊണ്ട് പൊറുതി മുട്ടി എന്നെ ഒരു സൈഡ് വാരി ഇട്ടേക്കുവാണ്. എപ്പോഴും കഴിച്ചോണ്ട് കിടക്കുന്നത്, എപ്പോഴും കഴിച്ചോണ്ട് കിടക്കും. കൈയിട്ട് വാരി കഴിക്കും, മൂട്ടിക്കും. ഇവിടുന്ന് കേട്ടെന്നോണം അപ്പുറത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയി കഴിക്കും. ഇവിടുന്ന് ഒരു ചുറ്റിട്ട് അങ്ങോട്ട് കയറിയാൽ മതി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രം പോലെ തന്നെയാണ്. അവരെന്നെ സഹിക്കുന്ന പോലെ തന്നെ ഇവർ എന്നെ ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനീഷിന് ഈ അലയൻസ് ലൊക്കേഷനിൽ വെച്ചിട്ട് റൊണാൾഡിൻ്റെ ഇന്റർവ്യൂ എടുക്കുക ഒരിക്കലും പറ്റില്ല. എങ്ങനെയത് അണ്ണനിലേക്ക് കാര്യം പ്രേക്ഷകരെ ഞങ്ങളുടെ കൊല്ലം ജില്ല എല്ലാവരും അണ്ണെന്നാണ് വിളിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ നിങ്ങളിലേക്ക് എത്തിയത് ഞാൻ ചക്കപ്പഴം സീരിയൽ രണ്ടാമത് അപ്പോൾ നിലവിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തിട്ടൊന്ന് ബ്രേക്കായിട്ട് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്തപ്പോഴും ഞാനും അതിനകത്തുണ്ടായിരുന്നു. ഫസ്റ്റ് സിറ്റ്കോമാണോ അത്? ഫസ്റ്റ് സിറ്റ്കോം വെള്ളാനുള്ളതാണ് തന്നെ. അപ്പം ചക്കപ്പഴത്തിൽ ഒരു 22 എപ്പിസോഡ് ഞാൻ ചെയ്തു. 22 എപ്പിസോഡ് ചെയ്തിട്ട് അടുത്ത ഷെഡ്യൂളിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് അത് പോസ്റ്റ്പോൺ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുന്നു. ആ സമയത്താണ് രാജേഷ് ഭായിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നത് പോലെ ഫ്ലവേഴ്സിലൊരു പുതിയ പ്രോഗ്രാം തുറക്കുന്നു, അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ചു. അവസരം ചോദിക്കുന്നതിന് ഒരു നാണമാണ് ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഒന്നും ആയിട്ടില്ല, എൻ്റെ കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ, പറ്റിയ ക്യാരക്ടറുണ്ട്. കാര്യം സാധാരണക്കാരനായിട്ട് ഒരാളല്ല ഞാൻ. ഈ പൊതുവെ തടി ഉണ്ടായതുകൊണ്ട് എല്ലാ ചില സ്റ്റോറിയിലും എന്നെപ്പോലെ ഒരാൾ വേണമെന്നില്ല, എന്നാൽ എന്നെപ്പോലെ ആളെ ഡിമാൻഡ് ചെയ്യുന്ന ചില സ്റ്റോറികൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. സൂസു ടെലികാസ്റ്റിംഗ് തുടങ്ങി ഒരു 5-6 എപ്പിസോഡ് ആയപ്പോഴത്തേന് എന്നെ വിളിച്ചിട്ട് അതിൽ തന്നെ ഒരു പിന്നെ ഞങ്ങൾ ലോക്കൽസാണ്, ലോക്കൽ ഏരിയയിലുള്ള ഒരു മുടിയൻ എന്ന് പറയുന്ന സെർബിയെ പ്രേമിച്ച് നടക്കുന്ന അയാളുടെ ഒരു ഉപദേഷ്ടാവ് അംബുജൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ അതിൽ ജോയിൻ ചെയ്ത് കുറച്ച് ഞങ്ങൾക്ക് ഔട്ട്ഡോർ ലൊക്കേഷനാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നതുപോലെ അലിയൻസിൽ ക്ലീറ്റസ് മത്താദിയുടെ അനിയൻ ജെറാൾഡ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ അനിയൻ റൊണാൾഡ് പറഞ്ഞിട്ടുണ്ട്, ജെറാൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. നമുക്ക് റൊണാൾഡ് വന്നിട്ടില്ല. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ഉദ്ദേശിച്ച ഒരു 10-15 എപ്പിസോഡ് കാണും, അല്ല ഒരു 10 എപ്പിസോഡ് കാണുന്നുണ്ട്. ഇതിലാണ് ഞാൻ വരുന്നത്. പക്ഷേ ക്യാരക്ടറിന് കളിക്കാനുള്ളൊരു സ്പേസ് അദ്ദേഹം തന്നു, കൂടെ ഉള്ളവർ തന്നു, ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എഴുതി തന്നുകൊണ്ടിരുന്നു. അപ്പം ഇവരെല്ലാവരും എന്നെ കൂടെ അവരുടെ കുടുംബത്തിലേക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ ആദ്യമൊക്കെ നല്ല പൊങ്കാലായിരുന്നു കമൻറ്റിൽ, ഇവനെന്തിനും ഇവിടെ നിന്നൊക്കെ വന്നു ചോദിച്ചു. പക്ഷെ പിന്നീട് ആ കമൻറ്റ് ഇട്ടവർ തന്നെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പം എല്ലാവരും ഇപ്പോൾ 1.5 വർഷം. നിങ്ങൾ ഞാൻ എക്സ്പെഷ്യലി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു അതായത് പ്രോംപ്റ്റിംഗ് തരാതെ അല്ലാതെ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. കാര്യം ഇത് കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്തു പോകുന്നത്. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ ഇതല്ല സീൻ വായിക്കുമെങ്കിൽ ആ സീനിനകത്ത് ആ സീനിന് വേണ്ടത് എന്താണെന്ന് ഉൾക്കൊണ്ടിട്ട് എസ്പെഷ്യലി പ്രോംപ്റ്റിംഗ് ഇല്ലാത്തത് ഭയങ്കര കാര്യം തന്നെ. അനീഷേട്ടനും പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും എളുപ്പമാണ്, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അല്ല പ്രോംപ്റ്റിംഗ് ബുദ്ധിമുട്ടാണെന്ന് കൂടെ മനസ്സിലാക്കി. എൻ്റെ ഇടയ്ക്ക് ഒരു മെഗാ സീരിയലിൽ ഒരു 4-5 എപ്പിസോഡ് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞത് കേട്ട് എനിക്ക് ക്യാച്ച് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ടൈമിങ്ങിൻ്റെ പ്രശ്നം മാത്രമല്ല, ഞാൻ അവർ പറയുമ്പോൾ എൻ്റെ മുഖവും ചെവിയും അങ്ങോട്ട് ശ്രദ്ധ പോയി. ഇതുപോലെ അപ്പോൾ ഞാൻ പിന്നെ ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് മറ്റുള്ളവർ ക്യൂ മനസ്സിലാക്കി ഞാൻ ക്യൂ ആണ് എപ്പോഴും നല്ലത്. അഭിലാഷണം പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഞാനിവിടെ പറഞ്ഞേക്കാം. കാര്യം ഞാനൊരു ലൊക്കേഷനിൽ ഇൻ്റർവ്യൂ എടുക്കാൻ പോയി, പേര് പറയുന്നില്ല. അപ്പം ഡയറക്ടറിൻ്റെ അടുത്തൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അവർ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്കൊരു ചെറിയ ചാൻസ് തന്നു അഭിനയിക്കാൻ. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്ത ചാൻസാണ്. ഞാൻ 50 കിലോ അരി അവിടെ പിറക്കി. എന്നുവെച്ചാൽ അവിടുന്ന് പറയുന്ന പ്രോംപ്റ്റിങ് എനിക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോലെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനവിടെ ബൈക്കാട്ടാക്കി വെച്ച് ഞാൻ പറയും. അതെനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. അതിനുശേഷം പിന്നെ അഭിനയമോഹം കുറച്ചു നേരം മാറ്റി വെച്ചിരിക്കുക. കിട്ടുമെന്നേ പോയി ചെയ്യണം. തീർച്ചയായിട്ടും അത് വേണം. ശരിക്കും ഈ സ്റ്റേജ് പ്രോഗ്രാമുകളും നമ്മുടെ മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്തിൽ വന്നതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഡയലോഗുകൾ കാണാതെ എല്ലാം കാണാതെ പറയാനും പറ്റും. പിന്നെ അതേപോലെ ഒരു സീൻ ചിലപ്പോൾ ഡ്യൂറേഷൻ കുറവായിട്ട് വരും, ചിലപ്പോൾ ഒരു സീന് കുറച്ചുകൂടെ വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഇവിടെ പിന്നെ ഒരെറിയെറിഞ്ഞാൽ തിരിച്ച് 10 എറിയുന്ന ചെങ്കീരികളാണോ ഉള്ളത്. അപ്പം അവരുടെ കൂടെയുള്ള കോമ്പിനേഷൻ തന്നെ എന്നിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആളിനെ ഒരുപാട് മേളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മെയിനായിട്ട് റിയാസൊക്കെ അനീഷേട്ടൻ, മഞ്ജു ചേച്ചി, ഈ 3 പേര്, പിന്നെ സൗമ്യ ഞങ്ങൾ, പിന്നെ അമ്മ സേതുലക്ഷ്മി, പിന്നെ ഇപ്പൊ പറയുന്ന പോലെ മുത്ത് പിന്നെ അതേപോലെ ഇപ്പൊ വന്നിട്ട് തക്കുട്, പിന്നെ നല്ലു സൈ, എല്ലാവരും ഒന്നിനൊന്ന് ഇതിൽ മെച്ചമായിട്ടുള്ള. അപ്പൊ അവരുടെ കൂടെ നല്ല ഷോപ്പിൽ കയറി ഇരുന്നത് കൊണ്ട് ഞാനും വിറ്റ് പോകുന്നു എന്ന് പറയുന്ന പോലെ കച്ചവടം ഇല്ലാത്തടത്ത് നമ്മൾ പോയിരുന്നത്. നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഞാനൊരു നല്ല പ്രോഡക്റ്റാണ്, അല്ല ഞാനൊരു പ്രോഡക്റ്റാണ്. ഞാനൊരു കച്ചവടം ഇല്ലാത്തൊരു കടയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ കടയുടെ കച്ചവടം സ്വാഭാവികമായിട്ടും എന്നെകളിലും ബാധിക്കും. ഞാനും മോശമായ ഒരു പ്രോഡക്റ്റായിട്ട് മാറും.
ഞാനിപ്പോൾ നല്ല കച്ചവടമുള്ളൊരു കട കയറുന്നുണ്ട്, അവരുടെ കച്ചവടത്തിന് ഞാനും കൂടെ പോയി ഒരു സൈഡിൽ കിടക്ക് വിറ്റു പോകും. സെയിൽസിലേക്ക് വന്ന് നിങ്ങൾ തിരിച്ചു വീണ്ടും തീർച്ചയായും സെയിൽസ് ആണല്ലോ, ശരിക്കും സെയിൽസാണ്. ഞാൻ ഇത്ര വാചാലാക്കിയത് സെയിൽസാണ്. അതായത് അനീഷ് അന്ന് പറയുമ്പോൾ ഹായ് ഹൂയ് ബോയ്സിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഹായ് ഹൂയ് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഷൈ ആണ്. കാര്യം ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് പെട്ടെന്ന് കണ്ണ് നിറയും. ഒരു നൈസ് അമ്പലവാസി ടൈപ്പാണ്. ഞാൻ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിയതാണ് ഇത്ര വാചാലനായ. ഒരു പക്ഷേ നമുക്ക് നാക്കുളുക്കാതെ സംസാരിക്കാൻ പറ്റുന്നതാണ്. കാര്യം ഒരു ദിവസം എത്ര പേരൊക്കെ ഉണ്ടാവും സോപ്പും ജീപ്പും നമ്മൾ വിപ്പിച്ചോണ്ടിരുന്നത്. എങ്കിൽ ടാസ്ക് തരാൻ പോകും. നാക്കുളുക്കാതെ നമുക്ക് നോക്കാം. നാക്കുളുക്കോ ഇല്ലയോ നോക്കാം. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി വീഴുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഒന്നുകൂടെ അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കഴുകുമ്പോൾ പിന്നെ കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടി ഉന്തി കുണ്ടിൽ വീണു. കിണ്ടികളിൽ ഒരു കുണ്ടി ഉന്തി കുണ്ടിൽ. ഈ സാധനത്തിന് ഞങ്ങൾ ചെറുതാക്കി പറയും. പിന്നെ കുന്തി ദേവിയുടെ കിണ്ടി ഉന്തി കുണ്ടിൽ വീണു. നമ്മൾ റിയാലിറ്റി നമ്മൾ പ്രോഗ്രാം. അതെ അതെ. ഞാൻ പക്ഷെ ഇത്രയും ലോങ് ആയിട്ടാണ് സ്റ്റേജിലും പറയുന്നത്. അത് 5000 രൂപ വെച്ചിട്ടാണ് ടാസ്ക്. അപ്പൊ 5000 കിട്ടുമല്ലോ. അല്ല അങ്ങനെ അഭിലാഷം ഇപ്പൊ ഇനി വരുന്ന പ്രോജക്റ്റ് കാര്യം നമ്മുടെ സിനിമയാണ് എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായി കഴിഞ്ഞു. 2 വർഷമായിട്ട് ഉണ്ണിയണ്ണൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒപ്പം ശരത്തും ഉണ്ട്, വിനായക ഗ്രൂപ്പിന്റെ അല്ലേ. ഞാൻ അജിത്ത് അണ്ണനെ അത്ര പരിചയമില്ല, എനിക്ക് കണ്ടു പരിചയമുള്ളൂ. ശരത്തിനെ പരിചയമാണ്. ഞാൻ ശരത്തിനെ വിളിച്ചിട്ട് ഇപ്പോൾ ബേസിലിൻ്റെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയിലേക്ക് ഞാൻ അവസരം ചോദിച്ചിരുന്നു. അപ്പോഴത്തേന് ഏകദേശം കാസ്റ്റിംഗ് ഒക്കെ ആയി. പക്ഷേ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു സമയം ഭാഗ്യമല്ല നമ്മളെ ഓർക്കണമെന്നില്ല എപ്പോഴും. നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവസരം ചോദിക്കുന്നതിന് ഒരു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഉണ്ണിയണ്ണ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ചാൻസ് നിങ്ങൾക്ക് തന്നിരിക്കും. ശരത്തിന് പല ബിസിനസ് ഉണ്ട്, ചില ചിന്തകൾ മാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബിസിനസ്സിൽ നോക്കണം. പക്ഷെ ഉണ്ണിയണ്ണ പോയ ദിവസം കണ്ടുപോകും. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉണ്ണിയണ്ണ ഒരു ചാൻസ് എനിക്കല്ല, അഭിലാഷാണ് കൊടുക്കണം. അപ്പം ഇനി വരുന്ന പ്രോജക്റ്റുകൾ, കാര്യം ഇനിയിപ്പോൾ സീരിയൽസിൽ കോമഡി കഥാപാത്രങ്ങളായിരിക്കും തേടി വരുന്നത്. അപ്പം നേരത്തെ ഒരു സീരിയലിൻ്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് ഈ സ്പ്രിങ് മുടിയനുണ്ടല്ലോ, അവന്റെ പേര് ഞാൻ മറന്നുപോയി. ബെന്നി. യഥാർത്ഥ ഒരു ബെന്നി എന്നാണോ? കുളത്തുപുഴക്കാരൻ. അവന്റെ ഒരു ഇന്റർവ്യൂ അല്ലിയാമ്പൽ സീരിയൽ ലൊക്കേഷൻ ഞാൻ പോയി എടുത്തായിരുന്നു. നല്ല ഒരു ലൊക്കേഷനിൽ കൂടുതലും മറ്റുള്ളവരെ ജോമോൻ എന്നാണ് അറിയപ്പെടുന്നത്. ജോമോൻ എന്നാണ് അവന്റെ പേര്, അവനെ വിളിക്കുന്നത്. അപ്പൊ അവനോടുള്ള കോമ്പിനേഷൻ ഞാൻ കണ്ടു. അവൻ്റെ ആയിട്ട് നിൽക്കുമ്പോൾ രണ്ടുപേരും ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് കാര്യം. ഗിവ് ആൻഡ് ടേക്ക് പോലെ. അതും സിറ്റ്കോം അല്ല. ട്രാക്കായി വന്നതാണ്. അതെ, മുടിയനും തടിയനും എന്നുള്ളൊരു ആ ടാഗ്ലൈൻ തന്നെ. എന്തായാലും നമ്മുടെ ഈ കൊട്ടാരക്കര നമ്മൾ അറിയപ്പെടുന്ന ഗണപതിയുടെ നാട്, അതുപോലെ ഉണ്ണിയപ്പം, കഥകളി, അത് മാത്രമേ ഇനി കുറെ താരങ്ങളിലൂടെ അറിയാൻ പോകണം. ഇപ്പൊ ഉണ്ണിയണ്ണൂടെ, അജിത്ത് അണ്ണനൂടെ അറിഞ്ഞു കഴിഞ്ഞു, അജിത്ത് വിനായക അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മറ്റ് പല കാര്യങ്ങളൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങളിലൂടെ അറിയട്ടെ. തീർച്ചയായിട്ടും അത് എൻ്റെ നാവ് ചില സമയങ്ങളിലൊക്കെ വലിക്കാറുണ്ട്. കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അല്ല, തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ പൈതൃകമുള്ള നാടിൻ്റെ പേര് തന്നെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഇഞ്ചക്കാടാണ് എൻ്റെ നാട്. പക്ഷേ ഞാൻ കൊട്ടാരക്കര എന്നുള്ള പേര് ചേർത്തത് തന്നെ അതുകൊണ്ട് തന്നെ. കൊട്ടാരക്കര എന്നല്ലേ അറിയപ്പെടുന്നത്. ഇൻഡസ്ട്രിയിൽ അത് എന്നെ അറിയാതെ മിമിക്രി കൂട്ടുകാർക്കിടയിൽ ഇപ്പം പിന്നെ ഈ പരിപാടിയായിട്ട് കാണുന്നവർക്കിടയിലും അങ്ങനെ തന്നെയാണ് അറിയുന്നത്. വെണ്ടാർ ആരെ കൂടുതൽ അറിയാം? വെണ്ടാറ് ഇപ്പം അറിയാവുന്നതിൽ ഏറ്റവും എന്ന് പറഞ്ഞ അഖിൽമാരെ അല്ലാതെ കലാപരമായിട്ട് വെണ്ടാറ് സുഹൃത്തുക്കൾ കൂടെ പഠിച്ചു. മുരാരി അണ്ണനെ അറിയാം. മുരാരി അണ്ണനെ ജ്യോത്സ്യനാവുന്നതിന് മുമ്പേ, ഞാൻ കലാകാരനാവുന്നതിന് മുമ്പേ അറിയാം. വർഷങ്ങളായിട്ട്. പക്ഷെ ആ മുരാരി തന്ത്രികൾ എൻ്റെ ഇന്റർവ്യൂവിൽ ഇരുന്നൊരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. അർജുൻ, അതായത് കർണാടകയിൽ വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചു അർജുൻ ജീവനോട് എപ്പോഴും ഉണ്ട്, തിരിച്ചു വരുമെന്നാണ്. തിരിച്ചു വരുമെന്ന് പറഞ്ഞു. നമ്മുടെ പൂയപ്പള്ളിയിലെ കുട്ടികൾ അടിച്ചോണ്ട് പോയ കിട്ടിയായിരുന്നു. അഖിൽ ജയിക്കും എന്ന് പറഞ്ഞു. അഖിലിന്റെ സമയം കറക്റ്റ്, അദ്ദേഹം പറഞ്ഞ സമയം കറക്റ്റ്. അഖിൽ ജയിച്ചു. ഈ പയ്യൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല ഒരു വർഷങ്ങളാവട്ടെ ഇനി അങ്ങോട്ടുള്ളത്. ദിവസങ്ങളാവട്ടെ, ആഴ്ചകളാവട്ടെ, മിനിറ്റുകളാവട്ടെ, മണിക്കൂറുകളാവട്ടെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ 10-15 വർഷത്തോളം ഈ കലാഫീൽഡിലെത്തി. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് വലിയ ആർട്ടിസ്റ്റ് അല്ല, ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് തന്നൊരു പ്രോഗ്രാമാണ് അലിയൻസ്. ഇപ്പം മൈലേജ് തന്നുകൊണ്ടിരിക്കുന്ന അത് ശരിക്കും എനിക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഈ പ്രോഗ്രാം ഒരുപാട് കാണുന്നവരും
നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അവർ സങ്കടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലായതാണ് എൻ്റെ ഫാദർ മരിച്ച സമയത്താണ്. ഞാൻ അപ്പം ഇപ്പം എല്ലാ മരണങ്ങളും അറിയാം, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യും. കാരണം നമ്മളൊക്കെ വിളിച്ചു പറയാത്തവർ കൂടി പെട്ടെന്ന് അറിയാനുള്ളൊരു സ്രോതസ്സാണ്. ചിലി എന്ന് പറയുന്ന സ്ഥലം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അവിടുന്ന് വരെ ചിലി, അതെവിടാണ്? ഈ പെറു, ചിലി അങ്ങനെ ചെറു രാജ്യങ്ങളാണ്. ആഫ്രിക്കൻ അവിടുന്ന് വരെ എന്നെ ഒരു മലയാളി വിളിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാം എത്രത്തോളം എന്നുള്ളതാണ് അതൊരു വലിയ സന്തോഷം. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ റൊണാൾഡോ എന്ത് പറ്റി, എന്തായിരുന്നു അച്ഛന് സുഖമില്ലാതെ കിടക്കുവാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം റൊണാൾഡോനെ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും പലർക്കും എൻ്റെ പേര് അഭിലാഷം എന്ന് അറിയത്തില്ല, ചിലവർക്കറിയാം. റൊണാൾഡോ തന്നെയാണ്. ഇവിടെ വരുന്നവരും ഇവിടെ മറ്റൊരു ലൊക്കേഷനില്ലാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഒരുപാട് പേര് പുറത്തുനിന്ന് ലൊക്കേഷൻ കാണാനും പരിചയപ്പെടാനും ഇവിടെ വരാറുണ്ട്. മെനഞ്ഞാന്നും ഉണ്ടായിരുന്നു 3 പേര്, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദുബായിൽ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ലൊക്കേഷൻ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇപ്പം ഗൂഗിൾ മാപ്പിൽ അലിയൻസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതൊരു പറയുമ്പോൾ അലിയൻസിന്റെ ലേബലാണ്. അപ്പോൾ എന്തായാലും അഭിലാഷിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ കൊട്ടാരക്കരയിൽ ഇനി അടുത്തൊരു നല്ലൊരു സൂപ്പർ നടൻ, നായക പരിവേഷം കിട്ടേണ്ട കഥാപാത്രങ്ങൾ കിട്ടട്ടെ, അതുപോലെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. നാട് ഇനിയും താങ്കളോട് അറിയട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് 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 സന്തോഷമുണ്ട്.